പ്രിയ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ നമ്മുടെ മന്ത്രജപങ്ങൾ, കുട്ടികളിലെ മന്ത്രജപങ്ങളിലുണ്ടാകുന്ന, അതായത് വൈകുന്നേരം നാമം ജപിക്കുക എന്ന് പറഞ്ഞ ശീലം, അത് നമ്മളെ എല്ലാ സമുദായക്കാരിലും ഇപ്പം പല ആളുകളും പ്രാർത്ഥനകൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നാമം ജപിക്കുക, എല്ലാ പഠനം കഴിഞ്ഞും അതുപോലെ കളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ കളിയെല്ലാം കഴിഞ്ഞ് വന്നാൽ സമയം കൃത്യം 6 മണിക്ക് അല്ലെങ്കിൽ 6:15 ആകുമ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ നാമം ജപിക്കുന്നൊരു ശീലം എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ ഈ നാമം ജപമൊന്നും അവർക്കത്ര പ്രസക്തമല്ലാത്തൊരു കാലമായി മാറി. പക്ഷേ മറ്റുള്ള ആളുകൾ, നമ്മുടെ മറ്റുള്ളൊക്കെ മതവിഭാഗങ്ങളിൽ അവർക്ക് പ്രാർത്ഥനകളെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി, അത് അതിൻ്റേതായ ഒരു പുരോഹിതന്മാരുടെ നിർദ്ദേശത്തോടു കൂടി പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ആലോചിക്കുന്നു. പക്ഷേ ഹിന്ദു സമുദായം എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പലത്തിൽ വേണമെങ്കിൽ പോവുക, വേണ്ടെങ്കിൽ പോകണ്ട, ഇങ്ങനെയുള്ളൊരു ഒരു കാലമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മുടെ അർജുനപ്പത്ത് എന്ന് പറഞ്ഞ ഒരു മന്ത്രം കുട്ടികളിൽ ഭയങ്കര പേടിയുള്ളപ്പോഴും അതുപോലെ തന്നെ ഈ ടെൻഷൻ അടിക്കുന്നവരും ഇങ്ങനെ അർജുനപ്പത്ത് എന്ന് പറഞ്ഞൊരു മന്ത്രം ചെല്ലാൻ പണ്ട് കാലത്ത് മുത്തശ്ശിമാർ പറയുമായിരുന്നു. അവർ വലിയ കൊടുങ്കാറ്റും പേമാരിയൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ മുത്തശ്ശിയൊക്കെ ഒരു വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നിട്ട് ചെല്ലുന്ന ആ മന്ത്രം ഇന്നും ഞാനത് കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കാണ് വീണ്ടും ഞാനത് കേട്ടത്, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലതാണ്. വില്ലാളി വീരനായ അർജുനൻ, ആ അർജുനൻ്റെ പല പേരുകളാണ് അർജുനപ്പത്ത്. ആ മന്ത്രമാണ് നമ്മളോട് പേടി വരുമ്പോഴും അതുപോലെ ടെൻഷൻ ഒക്കെ കുട്ടികളിലൊക്കെ വരുമ്പം ജപിച്ച് കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ 1-2 ഭാഗങ്ങൾ ഇങ്ങനെയാണ്: അർജുനൻ ബൽഗുനൻ പാർത്ഥൻ വിജയനും സുസ്കൃതമായവർ പിന്നെ കിരീടിയും ശ്വേതേശനെന്നും ധനജ്ഞൻ വിഷ്ണു സ്വാധികരി സർവശാസ്താജനങ്ങളും 10 നാമങ്ങളും ഭക്ത്യാ ജപിക്കിലെ നിത്യാഭയങ്ങളകന്നുപോവും നിശ്ചയം. അതായത് അർജുനൻ്റെ പല പേരുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അർജുനൻ, ബൽഗുനൻ, പാർത്ഥൻ, വിജയൻ, പിന്നെ കിരീടിയും ശ്വേതേശ ധനജ്ഞൻ വിഷ്ണുവും, അങ്ങനെ പല പല പേരിലാണ് അറിയപ്പെടുന്ന അർജുനൻ്റെ 10 നാമങ്ങൾ ജപിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാ പേടികളും ഭയങ്ങളും അങ്ങനെ 10-20 പ്രാവശ്യം നിങ്ങളിന്ന് കുട്ടികളോട് ജപിക്കാൻ പറയൂ എന്നാണ് അർജുന പദ്ധതിയിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്.